അസ്സലാമലൈക്കും. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. ബെൽ ബട്ടൺ കാണും ഗൈസ്. ആ ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പിന് മുന്നത്തെ ഞായറാഴ്ച, അവസാനത്തെ ഞായറാഴ്ച ഇല്ലേ നോമ്പിൻ്റെ, ആ ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് സമയം കിട്ടുന്നത് ഒന്ന് പോസ്റ്റാറായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കസിൻ്റെ പെരവാസ്തോലിയാണ് ഗൈസ്. പെരവാസ്തോലി മീൻസ് ഹൗസ് വാമിങ്ങിന് വേണ്ടി കൊല്ലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കാഞ്ഞിരപ്പള്ളി ടു കൊല്ലമാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ കസിൻ ബ്രദറാണ്, ആള് കൊല്ലത്താണ് വീട് വെച്ച് അവിടെ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ കൂടെ കുറച്ച് കസിൻസൊക്കെ വേറെ വണ്ടികളിലുണ്ട്. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് രാവിലെ 7 മണിക്ക് ഇറങ്ങിയത് കൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വഴിയിൽ ഒരു സ്ഥലം എവിടെയാണ് മറന്നുപോയി ഗൈസ് എനിക്ക്, അവിടെ ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. റാന്നി കഴിഞ്ഞുള്ളൊരു സ്ഥലത്ത് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. അവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വേറെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരും കഴിച്ചിട്ട് നമ്മളിതാ വീണ്ടും യാത്ര തിരിച്ചിട്ടുണ്ട്. അവിടെ ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ഫംഗ്ഷൻ. 12 മണി തൊട്ട് 4 മണി വരെയൊക്കെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ചൂടൊക്കെ കാരണം കൊണ്ട് നേരത്തെ തന്നെ പോവാമെന്ന് വിചാരിച്ചതാണ്. വല്ലാത്ത ദൂരമാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തോട്ട്. ഒരു 3 മണിക്കൂറെങ്കിലും ഇങ്ങനെ വണ്ടിയിലിരിക്കണം ഗൈസ്. എൻ്റെ ഒരു ഇതാണെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യാനും യാത്ര പോകാനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ വണ്ടി കയറിക്കഴിഞ്ഞാൽ അപ്പം സ്ഥലം എത്തണം, അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. അങ്ങനെ എത്തില്ലല്ലോ, നമ്മൾ ഓടിച്ചോടിച്ച് പോയാലല്ലേ എത്തത്തുള്ളൂ. പിന്നെ ഇതാ നമ്മളെ വീട്ടിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വീടൊക്കെ ആയിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിന്നൊരു 3:30 സമയത്തിന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്കാണ്. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, അസ്തമനം ആകാറായി, അതായത് 5 മണി ആകാറായിട്ടുണ്ടായിരുന്നു. 4:45 സമയത്താണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്തോ, ലാസ്റ്റാമത്തതാണ് നിങ്ങൾ, ഇനി ഇവിടെ 5 മണിയാവുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ കൊണ്ടുപോയ ബോട്ടിലെ ആൾ പറഞ്ഞു നിങ്ങളൊരു 5:20 വരെ അവിടെ നിന്നോ, കുഴപ്പമില്ല, ഇത് വെച്ച് നിങ്ങൾ വന്നതല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിതാ അങ്ങോട്ടേക്ക് ഒരു ബോട്ടിലാണ് പോകുന്നത്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മറിയൂസിന് 3 മാസം ഉള്ളപ്പം അന്ന് നമ്മൾ വേറൊരു ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ബോട്ട് കയറിയത്. അത് അധികം പോവണ്ട, നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് ഐലൻഡിലെത്തും. പക്ഷേ ഇത് ഒരു ഇച്ചിരി ഒരു 10-15 മിനിറ്റ് നമ്മൾ ബോട്ടിൽ തന്നെ ഇരിക്കണം. പക്ഷേ ഇത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ബോട്ടും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അങ്ങനെ എല്ലാവർക്കും അവിടെ കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും നമ്മൾ ബോട്ടിൽ കയറിയിരുന്നതാണ് പോയിട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല എന്തായിരുന്നേ, നല്ല സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നൊരു സമയം കാണാൻ ഭംഗിയല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ആ വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു വലിയ സുഖമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മളിതാ ഗൈസ് അതൊക്കെ കണ്ടിട്ട് വന്നു, തിരിച്ചു പോകാൻ നിൽക്കുവാണേ. അന്ന് ശിവരാത്രി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ നല്ല ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറന്നു പോയല്ലേ. പുതിയ വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാതെ വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.